നമസ്കാരം, മെട്രോമാനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യനായ കലാകാരനായിരുന്നു കൊല്ലം സുധി. സ്റ്റേജ് ഷോകളിലൂടെയും സ്റ്റാർ മാജിക് പോലുള്ള ടെലിവിഷൻ പരിപാടികളിലൂടെയുമായിരുന്നു അദ്ദേഹം മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്. മിമിക്രി വേദികളിൽ തുടങ്ങി സിനിമകളിലും തന്റേതായ കയ്യൊപ്പ് ചാർത്താൻ സുധിക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനായ കിച്ചുവും ഇപ്പോഴുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതനായി മാറിയ ആളാണ് കിച്ചു സുധി. അടുത്തിടെ രേണു സുധിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അടക്കം അകപ്പെട്ട കിച്ചു ഇപ്പോൾ തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം തന്റേതായ സന്തോഷവും ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുകയാണ് താടിയും പൊട്ടുമെന്ന യൂട്യൂബ് വ്ലോഗിന്റെ സാരഥികളായ വിശാഖും തീർത്ഥയും. ഇരുട്ട് എത്ര കനത്താലും ഒരു സൂര്യോദയം അതിനെ മാറ്റിമറിക്കും എന്നും വീഴുമ്പോൾ കൈപിടിക്കുവാനും വിജയിക്കുമ്പോൾ കൈയടിക്കുവാനും ഞങ്ങൾ എന്നും നിന്റെ കൂടെ ഉണ്ടാകും എന്നും കുറിച്ചുകൊണ്ടായിരുന്നു താടിയും പൊട്ടും കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചത്. ഇവർക്കൊപ്പം നിറച്ചിരികളോടെ ഇരിക്കുന്ന കിച്ചുവിനെയും നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷത്തോടെ ഇരിക്കുന്ന കിച്ചുവിനെ കണ്ടതോടെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ സ്നേഹ കമന്റുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കിച്ചുമോനെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ, നല്ലൊരു മോനാണ്, തെറ്റുകൾ സംഭവിക്കാത്തവർ ആരുമില്ല, അതുകൊണ്ട് മനസ്സിലാക്കി തെറ്റുതിരുത്തി ജീവിക്കുക എന്നൊക്കെയായിരുന്നു ഇതിന് താഴെയായി വന്നിരുന്ന കമന്റുകൾ. ഇവർ ഉയരങ്ങളിലെത്തും, എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ട്, ഇങ്ങനെ ഒരു കുടുംബത്തെ കിട്ടിയത് കിച്ചു നിന്റെ വലിയ അനുഗ്രഹമാണ്, ദൈവം നിങ്ങൾക്ക് എന്നും നന്മ വരുത്തട്ടെ, പാവം ആ കുട്ടിയെ ചേർത്ത് പിടിക്കുവാൻ കാണിച്ച വലിയ മനസ്സിന് ദൈവം കൃപ ചെയ്യട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകളെല്ലാം. ആരെന്ത് പറഞ്ഞാലും രേണു സുധിയെ പോയി കാണണമെന്ന് പറഞ്ഞ് കിച്ചുവിനെ ഉപദേശിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം അടിമുടി മാറിയവരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കിച്ചു തന്നെയായിരുന്നു. അമ്മയ്ക്ക് പിന്നാലെ അച്ഛനെയും നഷ്ടമായതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു കുറച്ചു കാലം കിച്ചുവിന്റെ ലൈഫ്. പിന്നീട് സുധിയുടെ അമ്മയുടെ അടുത്ത് തണൽ ലഭിച്ചതോടെയാണ് കിച്ചു പഠിക്കുവാനും ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വരുവാനും തുടങ്ങിയത്. ഇന്ന് സ്വന്തമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് കിച്ചു. പഠനത്തിൽ ഒപ്പം തന്നെ ബിസിനസ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം തന്നെ തിളങ്ങുവാൻ കിച്ചു പരിശ്രമിക്കുന്നുമുണ്ട്. യൂട്യൂബ് ചാനൽ വഴിയും ഇൻഫ്ലുവൻസറായുമെല്ലാം നല്ലൊരു വരുമാനം കിച്ചു നേടുന്നുമുണ്ട്. സുധിയുടെ തറവാട് കൊല്ലത്താണ്. അമ്മയും മൂത്ത സഹോദരനും കുടുംബവും അവിടെയാണ് താമസിക്കുന്നത്. സുധി ജീവിച്ചിരുന്ന കാലത്തോ മരിച്ച ശേഷമോ ഒരിക്കൽ പോലും ആരെയും വിമർശിച്ചോ കുറ്റപ്പെടുത്തിയോ സുധിയുടെ ബന്ധുക്കൾ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ കിച്ചുമോനെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതും കുറ്റപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സുധിയുടെ അമ്മ ഇപ്പോൾ. കിച്ചു തങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് എന്നാണ് അമ്മ പറയുന്നത്. തന്റെ മൂത്ത മകൻ എത്ര കരുതലോടെയാണ് കിച്ചുവിനെ നോക്കുന്നത്, സ്നേഹിക്കുന്നത് എന്നും സുധിയുടെ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. MDG വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് സുധിയുടെ അമ്മയുടെ വീഡിയോ പുറത്തു വന്നത്. സുധിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാവിലെ സുധിയുടെ ഭാര്യ ഡാൻസിന് പോകും. സുധി മിമിക്രി അവതരിപ്പിക്കുവാനും പോകുമായിരുന്നു. കുഞ്ഞിനെ നോക്കാൻ ആളില്ല. അവൾ കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോകാതെ ആയപ്പോൾ സുധി കുഞ്ഞിനെയും കൂടെ കൂട്ടി തുടങ്ങി. കുഞ്ഞുമായാണ് അവൻ പ്രോഗ്രാമിന് പോകുന്നതെന്നും സ്റ്റേജിന് പുറകിലാണ് കിടത്തി ഉറക്കുന്നതെന്നും അറിഞ്ഞപ്പോൾ അവനോട് കുഞ്ഞിനെ ഞങ്ങൾ നോക്കാമെന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് കിച്ചു ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കിച്ചു എല്ലായിടത്തും സ്വന്തം മോൻ എന്ന് പറഞ്ഞാണ് എന്റെ മൂത്ത മകൻ കൊണ്ടുപോകാറുണ്ടായിരുന്നത്. അവന്റെ മക്കൾക്ക് കിച്ചു ആങ്ങളെയാണ് എന്നുമായിരുന്നു അമ്മ പറഞ്ഞത്. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന മകനാണ് കിച്ചു. എല്ലായിടത്തും കൈക്കുഞ്ഞിനെയും കൊണ്ട് സുധി പോയിരുന്നതാണ്. പിന്നീടാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതോടെ കിച്ചുവിന്റെയും സുധിയുടെയും ജീവിതം ആകെ മാറുകയായിരുന്നു. രേണുവിന് കിച്ചുവിനോട് വളരെയധികം സ്നേഹമായിരുന്നു അന്ന്. ആ സ്നേഹവും ഇരുവരും തമ്മിലുള്ള അടുപ്പവും കണ്ടാണ് രേണുവിനെ സുധി വിവാഹം ചെയ്യാൻ പോലും തീരുമാനിച്ചത്. എന്നാൽ രേണു വിവാഹശേഷം മുൻപുള്ളത് പോലെ ആയിരുന്നില്ലെന്നും പെരുമാറിയതെന്നും അച്ഛനോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനോ സ്നേഹിക്കുവാനോ തനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നും കിച്ചു തന്നെ അടുത്തിടെ തുറന്നു പറയുകയുണ്ടായി. രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ശേഷം കിച്ചു രേണുവുമായി അകൽച്ചയിലായിരുന്നു. ക്യാൻസർ രോഗം ബാധിച്ച് രേണു കിടപ്പിലായ ശേഷം കോട്ടയത്തെ സുധിനിലയത്ത് രേണുവിനെ കാണാനായി കിച്ചു പോയിരുന്നു. എന്നാൽ അന്ന് രേണു ആശുപത്രിയിലായിരുന്നതിനാൽ കിച്ചുവിനെ കാണാൻ കഴിഞ്ഞിരുന്നുമില്ല. അനിയൻ ഋതുവിനൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച ശേഷം കിച്ചു തിരികെ പോരുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ താൻ മരിച്ചാൽ പോലും കിച്ചു തന്നെ കാണാൻ വരരുത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം രേണു പ്രതികരണവുമായി എത്തിയപ്പോൾ പറഞ്ഞിരുന്നത്. സബ്സ്ക്രിപ്ഷനിൽ രേണു പങ്കുവച്ച വീഡിയോകൾ തന്നെ വിഷമിപ്പിച്ചുവെന്ന് കിച്ചു തുറന്നു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു രേണു കിച്ചുവിന് എതിരെ രംഗത്തെത്തിയത്. സ്തനാർബുദം ബാധിച്ച് കഴിഞ്ഞ ഒരു മാസമായ ചികിത്സയിലാണ് രേണു. 6 കീമോയും 1 സർജറിയുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്.